ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നീറ്റ് പരീക്ഷ എഴുതിയ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുകയാണ്, സർ ഇനി എന്താണ് പ്രൊസീജിയർ? സോ ഗൈസ്, നിങ്ങൾ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നീറ്റ് എഴുതിയിട്ടുണ്ടാകുക MBBS ആയിരിക്കും. അതല്ലാതെ തന്നെ മറ്റ് പല മെഡിക്കൽ കോഴ്സുകളും ഇതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. കീഴ്മെഴുതിയവർക്കൊക്കെ അറിയാം. എന്തായാലും നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ കോഴ്സുകൾ കേരളത്തിനകത്തോ പുറത്തോ ഗവൺമെന്റ് ആയിട്ടോ നോൺ ഗവൺമെന്റ് ആയിട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് വാട്സാപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. സോ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ആ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ നീറ്റിന്റെ റാങ്ക് ലിസ്റ്റ് എപ്പോൾ വരുമെന്ന വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് കഴിഞ്ഞ വർഷം വരെയുള്ള അനലിറ്റിക്സ് വെച്ച് നമ്മളത് ആൻസർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിലവിൽ എഴുതിയിരുന്ന നീറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും പ്രതീക്ഷിക്കുന്നുണ്ടോ? അപ്പോൾ ഇതിന്റെ ഒരു റാങ്ക് പ്രഡിക്ഷനും കട്ട് ഓഫ് ഒക്കെ നിങ്ങൾ PDF ഫയലുകളായിട്ടോ അല്ലാതെയൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം വരുന്ന ദിവസങ്ങളിൽ. അതല്ലെങ്കിൽ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യും. അത് ഞാൻ തരുന്ന ഉറപ്പാണ്. അപ്പോൾ നിലവിൽ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നീറ്റ് എക്സാം ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ, മെയ് 3-ാം തീയതി. അപ്പോൾ ഇനി ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പോൾ ഓൾ ഇന്ത്യ മെഡിക്കൽ റാങ്ക് ഉണ്ട്, കേരള മെഡിക്കൽ റാങ്ക് ഉണ്ട്. നീറ്റ് പുതുതായിട്ട് എഴുതുന്നവർക്കാണെങ്കിൽ ഇതെല്ലാം പുതുതായിരിക്കും. റിപ്പീറ്റർ ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ അവസ്ഥകളിലൂടെ അല്ലെങ്കിൽ ഈ പ്രൊസീജിയേഴ്സിലൂടെ അറ്റ്ലീസ്റ്റ് ഒരു വട്ടമെങ്കിലും കടന്നു പോയവരായിരിക്കും നിങ്ങൾ. അപ്പോൾ നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഓൺലൈനിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നീറ്റ് വൃത്തങ്ങൾ അറിയിക്കുന്നതനുസരിച്ച് നമുക്കൊരു മിഡ് ജൂണോട് കൂടി 2026 ജൂൺ പകുതിയോടുകൂടി അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു 3 വീക്കിനകത്ത് നമുക്ക് നീറ്റിന്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഓൾ ഇന്ത്യ റാങ്ക് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം കൗൺസിലിംഗ് സെഷനൊക്കെ ജൂലൈ ആദ്യത്തോടു കൂടി തന്നെ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ജൂൺ 14 പലരും പറയുന്ന ഒരു ഡേറ്റ്. അപ്പോൾ ആ ഒരു വീക്കിൽ നമുക്ക് എന്തായാലും മെറിറ്റ് ലിസ്റ്റ് പ്രതീക്ഷിക്കാം. എന്നിട്ട് എന്താണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ, ഓൾ ഇന്ത്യ കഴിഞ്ഞിട്ട് പിന്നീട് മെഡിക്കൽ വരേണ്ടതുണ്ട്, പിന്നെ കൗൺസിലിംഗ്, പിന്നെ അതിന്റെ അഡ്മിഷൻസ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഏത് കോഴ്സാണ് എടുക്കുന്നത് മീൻസ് കംപ്ലീറ്റ് ആയിട്ട് അതുമായി ബന്ധപ്പെട്ട കോളേജുകളും മറ്റു ഓപ്ഷൻസും ഒക്കെ കൃത്യമായിട്ട് റിസർച്ച് ചെയ്യുക. നിങ്ങൾക്ക് സാധ്യതയുള്ള മാർക്കിനനുസരിച്ച് അത് കിട്ടുമോ എന്ന് ഉറപ്പ് വരുത്തുക. സോ ആ രീതിയിലുള്ള ബാക്ക് ആൻഡ് റിസർച്ച് വർക്കൊക്കെ കൃത്യമായിട്ട് ഇപ്പോൾ ചെയ്യുക. നമ്മൾ എത്രയൊക്കെ മാർക്ക് മേടിച്ചാലും നമ്മൾ വെക്കുന്ന കോളേജ് ഓപ്ഷനുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അവിടെ അഡ്മിഷൻ ഉറപ്പാക്കേണ്ടത് നമ്മുടെയും നമ്മുടെ പാരൻസിൻ്റെയും ഒക്കെ വളരെ വലിയ ആഗ്രഹമാണ്. സോ അതിന് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുക. സോ സപ്പോർട്ടിന് ഞങ്ങൾ ഉണ്ടാകും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോ. ബൈ.